ലോഗോസ് ക്വിസ് 2025. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം അധ്യായം 20 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 20 അധ്യായത്തിൽ 6 ശീർഷകങ്ങളും 47 വാക്യങ്ങളുമാണുള്ളത്. ലൂക്കായുടെ സുവിശേഷം 20 അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം യേശുവിൻ്റെ അധികാരം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് യേശുവിൻ്റെ അധികാരം എന്ന ശീർഷകത്തിലുള്ളത്. ലൂക്ക 21. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ അവൻ്റെ അടുത്തു വന്നു. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ അവൻ്റെ അടുത്ത് വന്നത്? ഉത്തരം ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അവൻ എപ്പോൾ എവിടെ വച്ചാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം ഒരു ദിവസം ദേവാലയത്തിൽ വെച്ച്. ഒരു ദിവസം ദേവാലയത്തിൽ വെച്ചാണ് അവൻ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ വെച്ച് ആരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം ജനങ്ങളെ. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നത് ആരാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ആരോട് കൂടെയാണ് ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് വന്നത്? ഉത്തരം ജനപ്രമാണികളോടുകൂടെ. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനപ്രമാണികളോടുകൂടെ അവൻ്റെ അടുത്തേക്ക് വന്നതാരാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. ലൂക്ക 20:2. അവർ അവനോട് പറഞ്ഞു, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക. എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് പറഞ്ഞതാരാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. യേശുവിനോട് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്ന് എപ്പോൾ എവിടെ വെച്ചാണ് പറഞ്ഞത്? ഉത്തരം ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ആർക്ക് എന്തിനുള്ള അധികാരത്തെക്കുറിച്ചാണ് ലൂക്ക 20:2 പരാമർശിക്കുന്നത്? ഉത്തരം യേശുവിനെ ദേവാലയത്തിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കാനും സുവിശേഷം പ്രസംഗിക്കുവാനുമുള്ള അധികാരത്തെക്കുറിച്ച്. ലൂക്ക 20:3-4. അവൻ മറുപടി പറഞ്ഞു, ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുവിൻ. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് യേശു ആരോടാണ് ചോദിക്കുന്നത്? ഉത്തരം എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞ പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും. ലൂക്ക 20:5-6. അവർ പരസ്പരം ആലോചിച്ചു, സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും. എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ലൂക്ക 20 അധ്യായം 5-6 വാക്യങ്ങൾ. അവർ പരസ്പരം ആലോചിച്ചു എന്ന് ലൂക്ക 20:5 പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ, ജനപ്രമാണികൾ എന്നിവരെ കുറിച്ച്. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറയാൻ അവർ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും എന്ന് ഭയപ്പെട്ടതിനാൽ. യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് അവർ ഭയപ്പെട്ടത്? ഉത്തരം ജനങ്ങളെല്ലാം അവരെ കല്ലെറിയും. എന്തുകൊണ്ടാണ് യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയുമെന്ന് അവർ ഭയപ്പെടുവാൻ കാരണം? ഉത്തരം എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതായത് യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ ആരെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്?
ഉത്തരം, ഒരു പ്രവാചകൻ. ലൂക്ക 20:7. അതിനാൽ അവർ മറുപടി പറഞ്ഞു, എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എന്താണ് എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നവർ പറഞ്ഞത്? ഉത്തരം, യോഹന്നാന്റെ ജ്ഞാനസ്നാനം. ലൂക്ക 20:8. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം, യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം, മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും. 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും എന്ന ശീർഷകത്തിലുള്ളത്. പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനത്തിന് ശേഷം യേശു പറഞ്ഞ ആദ്യ ഉപമ ഏതാണ്? ഉത്തരം, മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും എന്ന ഉപമ. ലൂക്ക 20:9. അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അതാരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം, കൃഷിക്കാരെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം എന്താണ് ചെയ്തത്? ഉത്തരം, ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി. ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി എന്ന് ലൂക്ക 20:9 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യനെ കുറിച്ച്. ലൂക്ക 20:10. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവനൊരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. സമയമായപ്പോൾ എന്തിനാണ് ഒരു ഭൃത്യനെ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം, മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന്. മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് എപ്പോഴാണ് അവനൊരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം, സമയമായപ്പോൾ. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ച ഭൃത്യന് എന്ത് സംഭവിച്ചു? ഉത്തരം, കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ലൂക്ക 20:11. അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. കൃഷിക്കാർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തത് ആരെയാണ്? ഉത്തരം, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ ഓഹരി ലഭിക്കേണ്ടതിന് അയച്ച മറ്റൊരു ഭൃത്യനെ, അതായത് രണ്ടാമതയച്ച ഭൃത്യനെ. ആദ്യം അയച്ച ഭൃത്യനെ കൃഷിക്കാർ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഭൃത്യനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ലൂക്ക 20:12. അവൻ മൂന്നാമതൊരുവനെ അയച്ചു. അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. മൂന്നാമതയച്ച ഭൃത്യനോട് അവർ എന്താണ് ചെയ്തത്? ഉത്തരം, അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ എത്ര ഭൃത്യന്മാരെയാണ് അയച്ചത്? ഉത്തരം, 3 ഭൃത്യന്മാരെ. ലൂക്ക 20:13. അപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവസാനം ആരെ അയക്കുവാനാണ് തീരുമാനിച്ചത്? ഉത്തരം, തൻ്റെ പ്രിയപുത്രനെ. തോട്ടത്തിന്റെ ഉടമസ്ഥൻ തൻ്റെ പ്രിയപുത്രനെ എവിടേക്ക് അയക്കുവാനാണ് തീരുമാനിച്ചത്? ഉത്തരം, കൃഷിക്കാരുടെ അടുത്തേക്ക്. എന്തുകൊണ്ടാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ തൻ്റെ പ്രിയപുത്രനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചത്? ഉത്തരം, അവർ അവനെ മാനിച്ചേക്കും എന്നതുകൊണ്ട്. ലൂക്ക 20:14. പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. അവകാശം തങ്ങളുടേതാക്കാൻ കൃഷിക്കാർ എന്താണ് തീരുമാനിച്ചത്? ഉത്തരം, ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൊന്നുകളയുവാൻ. ലൂക്ക 20:15. അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവകാശം തങ്ങളുടേതാക്കാൻ വേണ്ടി കൃഷിക്കാർ ഉടമസ്ഥന്റെ പ്രിയപുത്രനോട് എന്താണ് ചെയ്തത്? ഉത്തരം, അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആരെയാണ് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞത്? ഉത്തരം, കൃഷിക്കാർ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ. ലൂക്ക 20:16. അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്?
ഉത്തരം ജനങ്ങൾ. എപ്പോഴാണ് ജനങ്ങൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്? ഉത്തരം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിലെ ഉടമസ്ഥൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞത് കേട്ടപ്പോൾ. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം ജനങ്ങളോട്. ലൂക്ക 20:17 യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്ന് യേശു ആരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്? ഉത്തരം ജനങ്ങളെ നോക്കിക്കൊണ്ട്. ലൂക്ക 20:18 ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും, അതാരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. ഏത് കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനുമാണ് തകരുന്നത്? ഉത്തരം മൂലക്കല്ലിന്മേൽ. മൂലക്കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും. എങ്ങനെയുള്ള കല്ലാണ് മൂലക്കല്ലായി തീർന്നത്? ഉത്തരം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല്. ലൂക്കായുടെ സുവിശേഷം 20:17 തുല്യമായ മറ്റു വചനഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സങ്കീർത്തനം 118 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അപ്പസ്തോല പ്രവർത്തനം 4:11 1 പത്രോസ് 2 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്നാണ് ലൂക്കായുടെ സുവിശേഷം 20:17 യേശു ചോദിക്കുന്നത്. ലൂക്ക 20:18 തുല്യമായ മറ്റൊരു വചനഭാഗം ഏതാണ്? ഉത്തരം യെശയ്യാ 8:14-15 വാക്യങ്ങൾ. ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും, അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. ലൂക്കായുടെ സുവിശേഷം 20:18 ആ കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അവൻ എന്ത് സംഭവിക്കും? ഉത്തരം അവനെ അത് ധൂളിയാക്കും. ലൂക്ക 20:19 തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും എതിരായിട്ട് യേശു പറഞ്ഞ ഉപമ ഏതാണ്? ഉത്തരം മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും എന്ന ഉപമ. അവനെ, അതായത് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാരാണ്? ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതരും. നിയമജ്ഞരും പ്രധാന പുരോഹിതരും എപ്പോഴാണ് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്? ഉത്തരം അവൻ മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും എന്ന ഉപമ പറഞ്ഞപ്പോൾ. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. ആരാണ് ജനങ്ങളെ ഭയപ്പെട്ടത്? ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതരും. ലൂക്കായുടെ സുവിശേഷം 20-ാം മൂന്നാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം സീസറിന് നികുതി കൊടുക്കണമോ. 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് സീസറിന് നികുതി കൊടുക്കണമോ എന്ന ശീർഷകത്തിലുള്ളത്. ലൂക്ക 20:20 അതിനാൽ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. ആരാണ് നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ചത്? ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. അവർ, അതായത് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും എന്തിനാണ് അവസരം കാത്തിരുന്നത്? ഉത്തരം അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും എങ്ങനെയുള്ള ചാരന്മാരെയാണ് അവന്റെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. ലൂക്ക 20:21 അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് അവനോട് പറഞ്ഞതാരാണ്? ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. നീതിമാന്മാരായി ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനെ എങ്ങനെയാണ് വിളിച്ചത്? ഉത്തരം ഗുരു. ഗുരു എന്നാണ് അവർ യേശുവിനെ വിളിച്ചത്. നീതിമാന്മാരായി ഭാവിക്കുന്ന ചാരന്മാർ ഗുരു എന്ന് യേശുവിനെ വിളിച്ചതിന് ശേഷം തങ്ങൾക്ക് എന്തറിയാം എന്നാണ് പറഞ്ഞത്? ഉത്തരം നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും
മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്നറിയാം. ലൂക്ക 20:22 ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം നീതിമാന്മാരായി ഭാവിക്കുന്ന ചാരന്മാർ. ലൂക്ക 20:23 അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു. ലൂക്ക 20:24 നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവരുടെ കൗശലം മനസ്സിലാക്കിയ അവൻ അവരോട് എന്ത് കാണിക്കുവിൻ എന്നാണ് പറഞ്ഞത്? ഉത്തരം ഒരു ധനാറ. ആരുടെ കൗശലമാണ് യേശു മനസ്സിലാക്കിയത്? ഉത്തരം ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച നീതിമാന്മാരായി ഭാവിക്കുന്ന ചാരന്മാരോട്. നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം യേശു അവരോട് എന്താണ് ചോദിച്ചത്? ഉത്തരം ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? ഒരു ധനാറയിൽ ആരുടെ രൂപവും ലിഖിതവുമാണുള്ളത്? ഉത്തരം സീസറിന്റെ. ലൂക്ക 20:25 അവൻ അവരോട് പറഞ്ഞു എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. അവൻ എപ്പോഴാണ് അവരോട് എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എന്ന് പറഞ്ഞത്? ഉത്തരം ആരുടെ രൂപവും ലിഖിതവുമാണ് ഒരു ധനാറയിലുള്ളത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് സീസറിൻ്റേത് എന്നവർ മറുപടി പറഞ്ഞപ്പോൾ. ലൂക്ക 20:26 ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു. എവിടെ വെച്ചാണ് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിക്കാതിരുന്നത്? ഉത്തരം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ച്. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ എന്ത് ചെയ്തു? ഉത്തരം മൗനം അവലംബിച്ചു. ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ സാധിക്കാതിരുന്നതും അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് മൗനം അവലംബിച്ചതും ആരാണ്? ഉത്തരം നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും അയച്ച നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം. 27 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം എന്ന ശീർഷകത്തിലുള്ളത്. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 27-28 വാക്യങ്ങൾ. പുനരുത്ഥാനം നിഷേധിക്കുന്ന സദുക്കായരിൽ ചിലർ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. പുനരുത്ഥാനം നിഷേധിക്കുന്നവർ ആരാണ്? ഉത്തരം സദുക്കായർ. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഉത്തരം മോശ. സദുക്കായരിൽ ചിലർ യേശുവിനെ സമീപിച്ച് എന്താണ് പറഞ്ഞത്? ഉത്തരം ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ലൂക്ക 20:29 ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം പുനരുത്ഥാനം നിഷേധിക്കുന്ന സദുക്കായരിൽ ചിലർ യേശുവിനോട്. ലൂക്ക 20:30-31 അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അനന്തരം രണ്ടാമനും. അധ്യായവും വാക്യവും ഏതാണ്? ഉത്തരം ലൂക്കയുടെ സുവിശേഷം 20-ാം അധ്യായം 30-ാം വാക്യം. എത്ര പേരാണ് അവളെ ഭാര്യയായി സ്വീകരിച്ചത്? ഉത്തരം 7 പേർ. പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന സദുക്കായർ പറഞ്ഞ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ച 7 പേർക്കും എന്തു സംഭവിച്ചു? ഉത്തരം 7 പേരും സന്താനമില്ലാതെ മരിച്ചു. ലൂക്ക 20:32 അവസാനം ആ സ്ത്രീയും മരിച്ചു. ലൂക്ക 20:32 സ്ത്രീക്ക് അവസാനം എന്തു സംഭവിച്ചു? ഉത്തരം മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. ലൂക്ക 20:33 പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും?
അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. ലൂക്ക 20:33 സദുക്കായർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം: പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? ലൂക്ക 20:34 യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ആരാണ് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തത്? ഉത്തരം: വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന സദുക്കായരോട്. ലൂക്ക 20:35 എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. ആരാണ് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തത്? ഉത്തരം: വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ എന്ത് ചെയ്യുകയില്ല എന്നാണ് യേശു സദുക്കായരോട് പറഞ്ഞത്? ഉത്തരം: വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. ലൂക്ക 20:36 പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല. ആരാണ് പുനരുത്ഥാനത്തിന്റെ മക്കൾ? ഉത്തരം: വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ആർക്ക് തുല്യരാണ്? ഉത്തരം: ദൈവദൂതന്മാർക്ക്. ആരാണ് പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ ദൈവദൂതന്മാർക്ക് തുല്യമായിട്ടുള്ളത്? ഉത്തരം: വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. ആരാണ് ദൈവമക്കൾ? ഉത്തരം: വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്നും ഉയർക്കുന്നതിനും യോഗ്യരായവർ. ലൂക്ക 20:37 മോശ പോലും മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോവിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ആരാണ് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്? ഉത്തരം: മോശ. മോശ മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ എങ്ങനെയൊക്കെയാണ് വിളിച്ചത്? ഉത്തരം: അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോവിന്റെ ദൈവമെന്നും. മോശ എങ്ങനെയാണ് മുൾപടർപ്പിങ്കൽ വെച്ച് മരിച്ചവരുയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്? ഉത്തരം: കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോവിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട്. ലൂക്ക 20:38 അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അവിടുന്ന് ആരുടെ ദൈവമല്ല എന്നാണ് 20:38 പറയുന്നത്? ഉത്തരം: മരിച്ചവരുടെ. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല. ലൂക്ക 20:38 പ്രകാരം അവിടുന്ന് ആരുടെ ദൈവമാണ്? ഉത്തരം: ജീവിക്കുന്നവരുടെ. അവിടത്തേക്ക് എല്ലാവരും എങ്ങനെ തന്നെയാണ്? ഉത്തരം: ജീവിക്കുന്നവർ തന്നെ. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. ലൂക്ക 20:39 നിയമജ്ഞരിൽ ചിലർ, ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. നിയമജ്ഞരിൽ ചിലർ യേശുവിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം: നിയമജ്ഞരിൽ ചിലർ. ലൂക്ക 20:40 അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല. അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് ആരാണ് മുതിരാതിരുന്നത്? ഉത്തരം: നിയമജ്ഞർ. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 5-ാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം: ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന ഈ ശീർഷകത്തിലുള്ളത്. ലൂക്ക 20:41 അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും? ലൂക്കായുടെ സുവിശേഷം അധ്യായം 20, 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത്? കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തത് എന്താണെന്നാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ദാവീദ് ആരെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിനെ. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എന്ന് ക്രിസ്തു ചോദിക്കുവാൻ കാരണമെന്ത്?
ഉത്തരം, ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നതുകൊണ്ട്. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നതുകൊണ്ട്. എപ്പോൾ വരെയാണ് കർത്താവ് എന്റെ കർത്താവിനോട് നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുന്നത്? ഉത്തരം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. നിയമജ്ഞരുടെ കപട ജീവിതം എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം, 6-ാമത്തെ ശീർഷകം. ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന ശീർഷകത്തിന് ശേഷമാണ് നിയമജ്ഞരുടെ കപട ജീവിതം എന്ന 6-ാമത്തെ ശീർഷകം. ലൂക്ക 20:45-46. സകല മനുഷ്യരും കേൾക്കെ അവൻ ശിഷ്യരോട് പറഞ്ഞു, നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നു. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു ആരോട് എങ്ങനെയാണ് പറഞ്ഞത്? ഉത്തരം, സകല മനുഷ്യരും കേൾക്കെ ശിഷ്യരോട്. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് സകല മനുഷ്യരും കേൾക്കെ ശിഷ്യരോടാണ് യേശു പറഞ്ഞത്. നിയമജ്ഞർ എന്ത് ധരിച്ച് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഉത്തരം, നീണ്ട മേലങ്കികൾ. പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നത് ആരാണ്? ഉത്തരം, നിയമജ്ഞർ. നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നു. വിരുന്നുകളിൽ എന്ത് ലഭിക്കുവാനാണ് നിയമജ്ഞർ ആഗ്രഹിക്കുന്നത്? ഉത്തരം, അഗ്രാസനങ്ങൾ. വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കുവാൻ നിയമജ്ഞർ ആഗ്രഹിക്കുന്നു. ലൂക്ക 20:46 പ്രകാരം എത്ര കാര്യങ്ങളാണ് നിയമജ്ഞർ ആഗ്രഹിക്കുന്നത്? ഉത്തരം, 4 കാര്യങ്ങൾ. നിയമജ്ഞർ ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, ധരിച്ചു നടക്കാൻ നീണ്ട മേലങ്കികൾ, പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങൾ, സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ, വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ. ലൂക്ക 20:47. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം, നിയമജ്ഞർ. ആർക്കാണ് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത്? ഉത്തരം, നിയമജ്ഞർക്ക്. നിയമജ്ഞർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. എന്തുകൊണ്ടാണ് നിയമജ്ഞർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത്? ഉത്തരം, അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. ആരാണ് വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നത്? ഉത്തരം, നിയമജ്ഞർ. നിയമജ്ഞർ എപ്രകാരം പ്രാർത്ഥിക്കുന്നതായാണ് നടിക്കുന്നത്? ഉത്തരം, ദീർഘമായി. നിയമജ്ഞർ ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു. ലൂക്ക 20:47 യേശു നിയമജ്ഞരിൽ എന്തെല്ലാമാണ് ആരോപിക്കുന്നത്? ഉത്തരം, വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 21-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. എല്ലാവർക്കും നന്ദി.